നോക്കൂ, ഈ വേടൻ്റെ വിഷയം ഒരു സമൂഹത്തിലെ ഒരു മനോഭാവത്തിൻ്റെ വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. സമൂഹത്തിൻ്റെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം ഈ കാര്യത്തിലുണ്ട്. ആ മനോഭാവത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ പറയുന്ന ഈ കേസെടുക്കലും അതേപോലെ തന്നെ തെളിവെടുക്കലും റിമാൻഡ് ചെയ്യലും ഒക്കെ. അപ്പോൾ ഈ മനോഭാവം എന്താണ്? അത് ജാതി വിവേചനത്തിൽ അധിഷ്ഠിതമായൊരു മനോഭാവമായി തന്നെ ഞാനിതിനെ കാണുന്നു. ആ രീതിയിലാണ് ഈ വിഷയം പരിശോധിക്കപ്പെടേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നോക്കൂ, നമ്മൾ ഈ പറയുന്നത് എന്താണ്? റാപ്പർ വേടൻ എന്നാണ് പറയുന്നത്, അല്ലേ? റാപ്പർ വേടൻ എന്നത് രണ്ട് വാക്കാണ്. അതിൽ ഒന്നാമത്തെ വാക്ക് റാപ്പർ എന്നുള്ളതാണ്. എന്താണ് ഈ റാപ്പർ എന്ന് പറയുന്നത്? റാപ്പ് സംഗീതം അവതരിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് റാപ്പർ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഈ റാപ്പ് സംഗീതം എന്ന് പറയുന്നത്? റാപ്പ് സംഗീതം എന്ന് പറയുന്നത് 1970-കളിൽ ലോകത്തുണ്ടായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ സംഗീതമാണ്. മ്യൂസിക് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് അവർ തന്നെ, ആ സംഗീതത്തിൻ്റെ പ്രോദ്ഘാടകർ തന്നെ പറഞ്ഞിട്ടുള്ളത്. വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ആഫ്രിക്കയിലും നിന്നൊക്കെയാണ് അത് രൂപപ്പെട്ടത്. ആഫ്രിക്കയിൽ എന്തുകൊണ്ടാണ് അത് രൂപപ്പെടുന്നത്? അവിടെ അടിച്ചമർത്തലുകളും അടിമത്വവും ഒക്കെ ഉള്ളൊരു ഒരു ജനതയും ഒരു രാജ്യവുമാണ്. അവിടെ നിന്നാണ് ഈ റാപ്പ് സംഗീതം ഉണ്ടാകുന്നത്. ആ സംഗീതം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ സംഗീതധാരയെ അങ്ങ് പുഷ്ടിപ്പെടുത്തി കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു സംഗീതധാരയല്ല റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. മറിച്ച് ലോകത്തോട് തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനീതികളെയും തങ്ങളെ അടിച്ചമർത്തുന്ന ആളുകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിൻ്റെ ശബ്ദവും അറിയിക്കുന്നതിനു വേണ്ടി രൂപപ്പെട്ടു വന്ന ഒരു സംഗീതധാരയാണ് നമ്മൾ റാപ്പ് സംഗീതം എന്ന് പറയുന്നത്. അതിൻ്റെ ബീറ്റ് തന്നെ നോക്കിയാൽ ഒരു മാർച്ചിങ് ബീറ്റല്ലേ, ഒരു ചടുലതയുടെ ബീറ്റല്ലേ. അപ്പോൾ ആ ബീറ്റിലൊരു സംഗീതം ഉണ്ടാകുന്നു, അത് പ്രതിഷേധത്തിൻ്റെ സംഗീതമാകുന്നു, അത് പ്രതിരോധത്തിൻ്റെ സംഗീതമാകുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ലോകം ഈ സംഗീതത്തെ അങ്ങ് ഏറ്റെടുത്തു, സംഗീതത്തെ അങ്ങ് സ്വാംശീകരിച്ചു, എന്നിട്ട് അതിൻ്റെ രാഷ്ട്രീയം അങ്ങ് ചോർത്തി കളഞ്ഞു. ഇന്ത്യയിലുണ്ടായിട്ടുണ്ടെന്നേ, നല്ല മനോഹരമായിട്ടുള്ള റാപ്പ് സംഗീതമൊക്കെ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്, കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയം പോയി. ആ രാഷ്ട്രീയത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് റാപ്പ് സംഗീതത്തെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വേടൻ എന്ന കലാകാരൻ്റെ മഹത്വമായിട്ട് ഞാൻ കാണുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് തിരഞ്ഞെടുത്തത്? അതാണ് രണ്ടാമത്തെ വാക്ക്. റാപ്പർ വേടനിലെ റാപ്പർ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ വേടൻ എന്നുള്ള വാക്കെടുക്കുമ്പോൾ ആ വേടനെ ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഏത് വിഭാഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഏതൊക്കെയോ പേരുകൾ എടുക്കാമല്ലോ. ഇപ്പോൾ എന്തെല്ലാം പേരുകൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാമായിരുന്നു. ആ പേര് തിരഞ്ഞെടുത്തതിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഈ ആദിവാസി ഗോത്രവിഭാഗങ്ങളിൽപ്പെട്ടൊരു വിഭാഗമാണ്. അപ്പോൾ ആ വിഭാഗത്തിൽ നിന്നൊരു പേരാണ് സ്വീകരിക്കുന്നത്. എന്നിട്ട് വേടൻ അദ്ദേഹത്തിൻ്റെ ഈ കവിതകളിൽ മുഴുവൻ പറഞ്ഞ എന്താണ്? അദ്ദേഹത്തിൻ്റെ സംഗീതം മാത്രമല്ലല്ലോ, നല്ല പോയറ്റാണ് അദ്ദേഹം, നല്ല കവിതകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ കവിതകളൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആൽബം എന്ന് പറയുന്നത് എന്താണ്, മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടായിട്ടുള്ള വോയിസ് ഓഫ് വോയിസ്ലെസ്, അല്ലേ? ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ തന്നെ. ആ പറയുന്നതിനകത്ത് പറയുന്നുണ്ടല്ലോ, എല്ലാ മലയാളികൾക്കും ഇപ്പോൾ ഒരുപക്ഷെ കാണാപ്പാടമായിട്ടുള്ള വരികളാണല്ലേ. ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല. അതിനുശേഷം അദ്ദേഹം ഒരു അസഭ്യം ഉപയോഗിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്, ചില അഭിമുഖങ്ങളിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടുള്ള സാമൂഹ്യ സാഹചര്യം എന്താണ്? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്, പട്ടികജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കോളനിയിലാണ് ഞാൻ ജനിച്ചതും ജീവിച്ചതുമൊക്കെ. എൻ്റെ മുമ്പിൽ നിരന്തരം വയലൻസ് കാണാം. ആ വയലൻസൊക്കെ രാവിലെ കണ്ടുകൊണ്ടും ഉണരുകയും രാത്രിയിൽ അത് കണ്ടുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ബാല്യകാലവും പുറന്തള്ളപ്പെട്ടൊരു ജീവിതവുമാണ് എൻ്റെത്. ആ ജീവിതത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന കവിതകളൊക്കെ എഴുതിയിട്ടുള്ളത്. എന്തൊക്കെ മനോഹരമായിട്ടുള്ള വരികളാണ്. അതായത് ഈ കേരളത്തിൽ നമ്മളിപ്പോഴും അദൃശ്യമായിരിക്കണം. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു മാധ്യമങ്ങളും ഇന്ത്യയിലായാലും കേരളത്തിലായാലും ലോകത്തായാലും കാണിക്കാത്ത കുറേ ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളിൽ പെട്ട ഒരുവനാണ് ഞാൻ. അതുകൊണ്ട് പുറന്തള്ളപ്പെട്ടവനാണ് ഞാൻ. പുറന്തള്ളപ്പെട്ടവനായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വംശത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? ഇപ്പം ഏതാണ് അടിമകൾക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ എന്ന് ചോദിക്കുന്ന ഒരാളാണ് അയാളുടെ കവിത തന്നെയാണ് എഴുതുന്നത്. അയാളുടെ അനുഭവത്തെ തന്നെയാണ് പകർത്തുന്നത്. ഇനിയും മുതുകുകൂനിയും തലകുനിച്ചും ഇനിയും എത്ര നാൾ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ സമൂഹത്തെ പിടിച്ചുലച്ചു എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ വ്യൂവർഷിപ്പ് കിട്ടിയത്. ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താണ്? ഈ പറയുന്ന നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി വയ്ക്കുമ്പം ഏതാണ്ട് 2000 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അവിടെ 10-12,000 ആളുകൾ വരികയാണ്. എന്നിട്ട് പോലീസിന് ഇടപെട്ടിട്ട് അത് നിർത്തേണ്ടി വന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്ന ആരാണ്? പുതിയ തലമുറയാണ്. ആ പുതിയ തലമുറയിലേക്ക് ആ രാഷ്ട്രീയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമാണോ? അപ്പോൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിലൊരു ഫോറിൻ ടൂർ പോയി, ഓസ്ട്രേലിയയിലേക്കും അവിടെ മെൽബണിലും സിഡ്നിയിലും ഒക്കെ പരിപാടി അവതരിപ്പിക്കാനാണ് പോയത്. അപ്പോൾ പോകുമ്പോഴത്തേക്കും താനിങ്ങനെ നടന്നു പോകുമ്പോൾ തനിക്കെതിരെ വരുന്ന വൈറ്റ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന വെള്ളക്കാർ, അവരകന്ന് നടന്നു പോവുകയാണ്. ചില ഷോപ്പുകളിലൊന്നും എനിക്ക് കയറാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഞാൻ കറുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കറുപ്പൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. അത് ഈ പറയുന്ന നമ്മളൊക്കെ വളരെ ലളിതമായി രഹസ്യമായി ഒളിച്ചു വെച്ചിരിക്കുന്ന പക്ഷേ സാക്ഷാൽ യാഥാർത്ഥ്യമാണെന്നുള്ളത് ശാരദാ മുരളീധരൻ പറഞ്ഞില്ലേ? ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയ്ക്ക് കേരളത്തിൽ പെൻഷൻ പറ്റി പോകുമ്പോൾ പറയേണ്ടി വരുന്നത് എൻ്റെ നിറം കൊണ്ട് ഞാൻ അപമാനിക്കപ്പെട്ടു എന്നുള്ളതാണ്. സണ്ണിയം കബിക്കാടിൻ്റെ ഒരു പ്രസംഗമുണ്ട് കേട്ടോ. ആ കബിക്കാടിൻ്റെ പ്രസംഗത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു പിന്നോക്കക്കാരനാണ്, എൻ്റെ ജാതി പറയാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആയി പോയാലുണ്ടല്ലോ, ആദ്യം എന്നെക്കാളും മുമ്പ് എത്തുക എൻ്റെ ജാതിയായിരിക്കും എന്നാണ്. ഇതാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. എന്നെക്കാളും മുമ്പ്
മുമ്പ് ജാതി ആ ഓഫീസിൽ ഇങ്ങനൊരുത്തം വരുന്നുണ്ട്, ആ ജാതി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജാതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊലിപ്പുറത്തെ നിറം ഒരു പ്രശ്നമാണ്. അതിനെ വെല്ലുവിളിച്ചു എന്നുള്ളത് ചെറിയൊരു രാഷ്ട്രീയമാണോ? അത് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഒരു പയ്യനെ നമുക്ക് വിളിക്കാവുന്ന ആളല്ലേ ഈ പറയുന്ന വേടൻ എന്ന് പറഞ്ഞ കലാകാരൻ. ആ വേടൻ്റെ ഓരോ കവിതകളും, ഈ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആൽബം ഉണ്ട്, 4 വർഷം മുമ്പ് ഇറങ്ങിയ ആൽബമാണ് കേട്ടോ. ആ ആൽബത്തിനകത്ത് കേരളത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, ലോകത്തെ അടിച്ചമർത്തലുകളെ കുറിച്ചാണ് പറയുന്നത്. അത് കോങ്കോയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, മെക്സിക്കോയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, സിറിയയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, പാലസ്തീനിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, ശ്രീലങ്കയിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 2.5 മിനിറ്റുള്ളൊരു ആൽബമാണ്. ആ ആൽബത്തിലൂടെ ലോകത്ത് തന്നെ എങ്ങനെയാണ് അടിച്ചമർത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു വിഷയം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിനകത്ത് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ജാതിയൊന്നും പോയിട്ടില്ലെന്നേ, നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കൂ, 1/2 കിലോമീറ്ററിനകത്ത് ജാതി മാട്രിമോണിയലുകളുടെ പരസ്യ ബോർഡുകൾ കാണാം എന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കിയേ, നമ്മുടെ ടെലിവിഷൻ ചാനലുകൾ തന്നെ എല്ലാ ജാതികളും അവരുടെ മാട്രിമോണിയൽ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര സഞ്ചരിച്ചാലും നിങ്ങൾക്ക് ഒരു ജാതി വിഭാഗത്തിൻ്റെ മാട്രിമോണിയൽ നിന്ന് നിങ്ങളുടെ ദൃശ്യത്തെ, നിങ്ങളുടെ കണ്ണിനെ മാറ്റാൻ പറ്റില്ല. ആ രീതിയിൽ തന്നെ വളരെ വ്യക്തതയോടുകൂടിയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ജാതി വളരെ ശക്തമാണ്. ആ ജാതി ശക്തമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി ഒരാൾ സംഗീതത്തെയും തൻ്റെ കവിതയും ഉപയോഗിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയ പ്രതിരോധമല്ല. അങ്ങനെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവരെ ആരും കൊച്ചായി കാണണ്ട. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? അത്തരം രാഷ്ട്രീയത്തോട് നമുക്ക് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. അതൊരു വരേണ്യ മനസ്സിൻ്റെ പ്രശ്നമാണ്. ആ വരേണ്യ മനസ്സാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന റാപ്പർ വേടൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആളുകൾ ചില ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. മോഹൻലാൽ എന്ത് സംഭവിച്ചു? മോഹൻലാൽ ആനക്കൊമ്പല്ലേ സൂക്ഷിച്ചിരുന്നു? അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസിൻ്റെ കാര്യത്തിനകത്ത് എങ്ങനെയാണ് ഈ സർക്കാരും ഭരണകൂടവും പെരുമാറിയത്? എങ്ങനെയാണ് അദ്ദേഹത്തോടുള്ള അപ്രോച്ച് എന്തായിരുന്നു ഈ സമൂഹത്തിൻ്റെത്? എങ്ങനെയാണ് മോഹൻലാൽ പ്രിവിലേജ്ഡ് ആകുന്നത്? വെളുത്തവനായതുകൊണ്ടാണോ? താരമായതുകൊണ്ടാണോ? ഉന്നത കുലജാതനായതുകൊണ്ടാണോ? ഉയർന്ന ജാതിക്കാരനായതുകൊണ്ടാണോ? സമൂഹം പരിശോധിക്കണ്ടേ? എന്ന് മാത്രമല്ലല്ലോ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ നെഞ്ചുവിരിച്ച് നിരന്തരം അമ്പല സന്ദർശനം നടത്തുമ്പോൾ പുലിനഖത്തിൻ്റെ മാല ഉണ്ടായിരുന്നല്ലോ. എന്താണ് നമ്മളാരും അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകാതിരുന്നത്? ജയറാം ഈ ചെണ്ട കൊട്ടുമല്ലോ, ചെണ്ട കൊട്ടുന്ന സമയത്ത് പുലിനഖത്തിൻ്റെ മാല ഇട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത് അന്വേഷിച്ച് പോകാത്തത് ആളുകൾ? എന്തുകൊണ്ടാണെന്നറിയാവോ? അതാണ് നമ്മുടെ മനോഭാവം എന്ന് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ വേടൻ്റെ കേസിനകത്ത് സമൂഹം ഒരു മനോഭാവം വെച്ച് പുലർത്തുന്നുണ്ട്. ആ മനോഭാവം എന്ന് പറയുന്നത് അപകടകരമായ മനോഭാവമാണ്. അത് പിന്നാക്കക്കാർക്കെതിരായിട്ടുള്ള, അധസ്ഥിതർക്കെതിരായിട്ടുള്ള, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, അന്യവൽക്കരിക്കപ്പെട്ടുള്ള മനുഷ്യർക്കെതിരായിട്ടുള്ള ഒരു മനോഭാവമാണെന്നേ. ആ മനോഭാവം ഉദ്യോഗസ്ഥ തലത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ നേരുദാഹരണമാണ്. വളരെ പെട്ടെന്നാണ് ഈ പുലിനഖ ഒരു പ്രശ്നമാകുന്നത്. ഉടനെ തന്നെ വനം വകുപ്പ് അങ്ങോട്ട് ഇടപെടുകയാണ്. വനം വകുപ്പ് ഇടപെട്ടിട്ട് ഞാൻ പറയുന്നത് അക്കാര്യത്തിനകത്തൊരു നിയമലംഘനം ഉണ്ടെങ്കിൽ, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കഞ്ചാവിൻ്റെ കാര്യത്തിനകത്ത്, ലഹരിയുടെ കാര്യത്തിനകത്ത് പിന്നോക്കം മുന്നോക്കമൊന്നുമില്ല, ശരിയാണ് ആ നിലപാട്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിനകത്ത് പലർക്കും പല നീതിയായി പോകുമ്പോൾ ഒരു സമൂഹത്തിൽ സംശയങ്ങൾ ഉയർന്നു വരും. ആ സംശയം വേടൻ്റെ കാര്യത്തിൽ എനിക്കുമുണ്ടെന്നേ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് സമൂഹത്തിൻ്റെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണ്. ആ മനോഭാവം എന്ന് പറയുന്നത് വരേണ്യവർഗ മനോഭാവമാണ്, സവർണ മനോഭാവമാണ്. ആ സവർണ മനോഭാവത്തിൻ്റെ ഒരു രക്തസാക്ഷിയെന്നോ അല്ലെങ്കിൽ ഒരു ഇരയെന്നോ നമുക്ക് വേടനെ വിളിക്കാം. ഞാൻ വേടൻ പറയുന്ന രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാകട്ടോ. പിന്നാക്കക്കാരായിട്ടുള്ള, അധസ്ഥിതരായിട്ടുള്ള, അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് മാത്രമേ ഈ സമൂഹത്തെ പുരോഗമനപരമായി ഉടച്ചു വാർക്കാൻ കഴിയൂ എന്ന ബോധ്യത്തിൽ നിന്ന് പലതരത്തിലുള്ള കലാരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ പലതരത്തിലുള്ള കലാരൂപങ്ങളിൽ ഏറ്റവും പ്രസക്തമായൊരു കലാരൂപത്തിൻ്റെ വക്താവായിട്ടാണ് ഞാൻ വേടൻ എന്ന് പറയുന്ന ആളെ കാണുന്നത്. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ യുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനത്തിലൂടെ. ആ കലാപ്രവർത്തനത്തെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് കേരളത്തിൽ ഒരു വോയിസ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അത്തരം വോയിസുകളെ വരേണ്യ മനസ്സോടുകൂടി, സവർണ മനസ്സോടുകൂടി സമീപിക്കുന്ന മനോഭാവം എന്ന് പറയുന്നത് സമൂഹത്തിന് നല്ലതല്ല. അത്തരം ഒരു മനോഭാവം വേടൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ആ മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ഈ സർക്കാരിൻ്റെ ഈ നീക്കത്തിലൂടെ. സർക്കാരിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ വനം വകുപ്പ് എന്ന് പറയുന്നത് അപകടകരമായ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചെറുതാണോന്നേ. നമ്മൾ എത്ര ചർച്ച ചെയ്തിരിക്കുന്നു. ഈ വയനാട്ടിലും ഇടുക്കിയിലും അങ്ങനെ ഏതെല്ലാം വനപ്രദേശങ്ങളിൽ എത്ര പാവപ്പെട്ട മനുഷ്യരാണെന്നേ ഈ പറയുന്ന കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, പുലിയുടെയും പന്നിയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്, എത്ര മനുഷ്യർ രക്തസാക്ഷികളായി. അവിടെ ഒന്നും പ്രശ്നങ്ങളില്ല, അവിടെ ഒന്നും നിലപാടെടുക്കാൻ സമയമായിട്ടില്ല, അവിടെ ഒന്നും വേണ്ട കരുതലെടുക്കാൻ സമയമായിട്ടില്ല. ഞാനിത് പ്രശ്നം എന്താ അറിയാമോ? ആദിവാസികളാണ് കൊല്ലപ്പെടുന്നത്, അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ അവരുടെ രക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരുമില്ല. അപ്പം ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇപ്പോൾ പുലിപ്പല്ലിൻ്റെ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഒരു അവധാനത കാണിക്കേണ്ടിയിരുന്നു ഈ കാര്യത്തിൽ നിന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ടോ? കറക്റ്റ് തീരുമാനമാണെന്നേ. കാരണം മനുഷ്യർ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വെറും ഒരു മനുഷ്യനായിട്ടല്ല. അയാളൊരു പേരാണ്, അയാളൊരു ജാതിയാണ്, അയാളൊരു വർഗ്ഗമാണ്, അയാളൊരു വംശമാണ്, അയാൾക്ക് അയാളുടേതായിട്ടുള്ള രാഷ്ട്രീയവുമുണ്ട്. അങ്ങനെയാണ് വ്യക്തികൾ ഉണ്ടാകുന്നത്. ആ വ്യക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ കൂടെ ബോധ്യപ്പെട്ടുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ. അതുകൊണ്ട് പുരോഗമനപരമായ ഒരു സമൂഹത്തിന് ചേർന്ന നീക്കങ്ങളല്ല വേടൻ്റെ കാര്യത്തിൽ നടന്നിരിക്കുന്നത് എന്ന നിലപാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ വേടനൊപ്പമാണ്, വേടൻ്റെ രാഷ്ട്രീയത്തിനൊപ്പമാണ്.